അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വീഡിയോയിൽ 3-ാം ക്ലാസ് അഖീദ പാദവാർഷിക പരീക്ഷയുടെ മോഡൽ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത്. ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി ആയിട്ട് വന്നിട്ടുള്ളത് യോജിച്ചവ ചേർക്കാം. 5 ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്കൊക്കെ യോജിക്കുന്ന ഉത്തരങ്ങൾ മുകളിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഉത്തരമൊക്കെ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അത് മലക്കുകളും അവരുടെ ജോലികളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. നമുക്ക് ഓപ്ഷൻസുകളൊന്ന് വായിച്ചു നോക്കാം. അസ്രായീൽ അലൈഹിസ്സലാം, ഇസ്രാഫീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാം, മുൻകർ നക്കീർ അലൈഹിമസ്സലാം. ഒന്നാമത്തെ ചോദ്യം എന്താ? കാറ്റ്, ഇടി, മിന്ന്, മഴ. ഇതൊക്കെ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക്. ഇതിനോട് യോജിക്കുന്ന ഉത്തരം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓരോ മലക്കുകളും അവരുടെ ജോലികളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. അതിൻ്റെ ആൻസർ ലഭിക്കാൻ 7-ാമത്തെ പേജ് 3-ാമത്തെ പാഠം മലക്കുകളിൽ വിശ്വസിക്കുക. ആ പാഠത്തിൽ 3-ാമത്തെ പാരഗ്രാഫിൽ തുടങ്ങുന്നത് തന്നെ ഇതാണ്. കാറ്റ്, ഇടി, മിന്ന്, മഴ, ഭക്ഷണം തുടങ്ങിയവ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കാണ് മീകായിൽ അലൈഹിസ്സലാം. അപ്പോൾ ഇവിടെ ആൻസറായിട്ട് വരുന്നത് മീകായിൽ അലൈഹിസ്സലാം എന്നാണ്. നമ്മുടെ ഓപ്ഷൻസിൽ 4-ാമത്തത് മീകായിൽ അലൈഹിസ്സലാം എന്നുണ്ട്. അതാണ് അതിൻ്റെ ആൻസർ. 2-ാമത്തെ ചോദ്യം, സൂറിലൂതാൻ ഏൽപ്പിക്കപ്പെട്ടവർ. സൂറിലൂതാൻ ഏൽപ്പിക്കപ്പെട്ട മലക്ക് ഏതാണ്? അതിൻ്റെ ഉത്തരം നമ്മുടെ ഓപ്ഷൻസിലുണ്ട്. അതിൻ്റെ ആൻസർ നമ്മൾ നേരത്തെ വായിച്ചതിൻ്റെ തൊട്ടു താഴെതാ പറയുന്നു. സൂർ എന്ന കാഹളത്തിൽ ഊതാൻ ഏൽപ്പിക്കപ്പെട്ട മലക്കാണ് ഇസ്രാഫീൽ അലൈഹിസ്സലാം. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ഇസ്രാഫീൽ അലൈഹിസ്സലാം. നമ്മുടെ ഓപ്ഷൻസിൽ 2-ാമത്തെ ഓപ്ഷൻ തന്നെ അതാണ്, ഇസ്രാഫീൽ അലൈഹിസ്സലാം. 3-ാമത്തെ ചോദ്യം, റൂഹ് പിടിക്കാൻ ഏൽപ്പിക്കപ്പെട്ടവർ. റൂഹ് പിടിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മലക്കേതാ? അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത പേജ് നോക്കുക. 8-ാമത്തെ പേജിൽ ആദ്യം തന്നെ പറയുന്നുണ്ട്, റൂഹ് പിടിക്കുമ്പോഴാണ് മനുഷ്യർ മരിക്കുന്നത്. റൂഹ് പിടിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മലക്കാണ് അസ്രായീൽ അലൈഹിസ്സലാം. അപ്പോൾ ഇവിടെ ആൻസറായിട്ട് അസ്രായീൽ അലൈഹിസ്സലാം എന്നാണ് എഴുതാനുള്ളത്. നമ്മുടെ ഓപ്ഷൻസുകളിൽ 1-ാമത്തെ തന്നെ അസ്രായീൽ അലൈഹിസ്സലാം എന്നാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം അസ്രായീൽ അലൈഹിസ്സലാം. 4-ാമത്തത് വഹയ് എത്തിച്ചു കൊടുക്കൽ. വഹയ് എത്തിച്ചു കൊടുക്കൽ അതേത് മലക്കാണ്? അതിൻ്റെ ഉത്തരം നമ്മുടെ ആ പാഠത്തിൽ തന്നെ 2-ാമത്തെ പാരഗ്രാഫ്, അഥവാ ഇനി നമുക്ക് 10 മലക്കുകളുടെ പ്രധാന ചുമതലകൾ പഠിക്കാമെന്ന് പറഞ്ഞിട്ട് ആദ്യം പറയുന്നത് തന്നെ ഈ ചോദ്യവുമായി ബന്ധപ്പെട്ടതാണ്. നോക്കൂ, മലക്കുകളിൽ ഉത്കൃഷ്ടനായ ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ പ്രധാന ജോലി നബിമാർക്ക് വഹി എത്തിച്ചു കൊടുക്കലാകുന്നു. അപ്പോൾ നമ്മുടെ ചോദ്യം വഹി എത്തിച്ചു കൊടുക്കൽ. അതിനോട് യോജിക്കുന്ന ഉത്തരം ജിബ്രീൽ അലൈഹിസ്സലാം. നമ്മുടെ ഓപ്ഷൻസുകളിൽ 3-ാമത്തത് ജിബ്രീൽ അലൈഹിസ്സലാം എന്നുണ്ട്. അതാണ് അതിൻ്റെ ആൻസർ. 5-ാമത്തെ ചോദ്യം എന്താ? മയ്യത്തിനെ എഴുന്നേൽപ്പിച്ചിരുത്തും. മയ്യത്തിനെ എഴുന്നേൽപ്പിച്ചിരുത്തും. ആരാണത് ചെയ്യുക? അതിൻ്റെ ഉത്തരം ലഭിക്കാൻ വേണ്ടി പേജ് നമ്പർ 8-ൽ 2-ാമത്തെ പാരഗ്രാഫ് തുടങ്ങുന്നത് എന്താ? മരിച്ചവർ മറവ് ചെയ്തു ആളുകൾ പിരിഞ്ഞു പോകുന്നതോടുകൂടി 2 മലക്കുകൾ ഖബറിലേക്ക് വരുമെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മുൻകർ നക്കീർ അലൈഹിമസ്സലാം എന്നാണ് അവരുടെ പേര്. എന്നിട്ട് പറയുന്നത് നമ്മുടെ ചോദ്യവുമായി ബന്ധപ്പെട്ടതാണ്. എന്താ? മയ്യത്തിനെ അവർ എഴുന്നേൽപ്പിച്ചിരുത്തും. അപ്പോൾ ആരാണ് എന്ന് തൊട്ടുമുമ്പ് പറഞ്ഞു, മുൻകർ നക്കീർ അലൈഹിമസ്സലാം. അപ്പോൾ ഇവിടെ അതാണ് ആൻസറായിട്ട് എഴുതേണ്ടത്. നമ്മുടെ ഓപ്ഷൻസുകളിൽ അവസാനം അത് കൊടുത്തിട്ടുണ്ട്. മയ്യത്തിനെ എഴുന്നേൽപ്പിച്ചിരുത്തും, മുൻകർ നക്കീർ അലൈഹിമസ്സലാം. ഉത്തരങ്ങളൊന്നും കൂടി പറയാം. 1-ാമത്തെ ചോദ്യം, കാറ്റ്, ഇടി, മിന്ന്, മഴ. അതിനോട് യോജിക്കുന്നത് മീകായിൽ അലൈഹിസ്സലാം. 2, സൂറിൽ ഊതാൻ ഏൽപ്പിക്കപ്പെട്ടവർ. അതിനോട് യോജിക്കുന്ന ഉത്തരം ഇസ്രാഫീൽ അലൈഹിസ്സലാം. 3, റൂഹ് പിടിക്കാൻ ഏൽപ്പിക്കപ്പെട്ടവർ. അതിനോട് യോജിക്കുന്ന ഉത്തരം അസ്രായീൽ അലൈഹിസ്സലാം. 4, വഹി എത്തിച്ചു കൊടുക്കൽ. അതിനോട് യോജിക്കുന്ന ഉത്തരം ജിബ്രീൽ അലൈഹിസ്സലാം. 5, മയ്യത്തിനെ എഴുന്നേൽപ്പിച്ചിരുത്തും. അതിനോട് യോജിക്കുന്ന ഉത്തരം മുൻകർ നക്കീർ അലൈഹിമസ്സലാം. ഇനി 2-ാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം. 4 ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത്. 1-ാമത്തെ ചോദ്യം, സത്യവിശ്വാസികളുടെ റൂഹിനെ പിടിക്കുന്ന രൂപം. സത്യവിശ്വാസികളുടെ റൂഹിനെ എങ്ങനെയാണ് പിടിക്കുക? അതിൻ്റെ ആൻസർ കിട്ടാൻ വേണ്ടി പേജ് നമ്പർ 8 നേരത്തെ നമ്മൾ സൂചിപ്പിച്ച മലക്കുകളിൽ വിശ്വസിക്കൽ ആ പാഠത്തിൻ്റെ 2-ാമത്തെ ഭാഗം 8-ാമത്തെ പേജിൽ അത് പറയുന്നു. ആദ്യം തന്നെ റൂഹ് പിടിക്കുമ്പോഴാണ് മനുഷ്യർ മരിക്കുന്നത്. റൂഹ് പിടിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മലക്കാണ് അസ്രായീൽ അലൈഹിസ്സലാം. ഇനി എങ്ങനെയാണ് റൂഹ് പിടിക്കുക എന്ന് അവിടെ പറയുന്നു. നല്ല രൂപത്തിൽ വന്നു സൗമ്യമായിട്ടാണ് സത്യവിശ്വാസികളുടെ റൂഹ് പിടിക്കുക. അതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ എങ്ങനെ എഴുതാം? നല്ല രൂപത്തിൽ വന്നു സൗമ്യമായിട്ട്, അങ്ങനെ എഴുതിയാൽ മതി.
രണ്ടാമത്തെ ചോദ്യം എന്താ? അവിശ്വാസികളുടെ റൂഹിനെ പിടിക്കുന്ന രൂപം. അവിശ്വാസികളുടെ റൂഹിനെ എങ്ങനെ പിടിക്കുക? അതിൻ്റെ ആൻസർ നമ്മളിപ്പോൾ പറഞ്ഞതിൻ്റെ തൊട്ടപ്പുറത്തത് പറയുന്നു. അവിശ്വാസികളുടേതാവട്ടെ ഭീകര രൂപത്തിൽ വന്ന് വളരെ കഠിനമായിട്ടായിരിക്കും. അപ്പോൾ നമ്മളങ്ങനെ ആൻസർ അവിശ്വാസികളുടെ റൂഹിനെ പിടിക്കുന്ന രൂപം, അതിൻ്റെ ഉത്തരം ഭീകര രൂപത്തിൽ വന്ന് വളരെ കഠിനമായിട്ട്, അങ്ങനെ എഴുതിയാൽ മതി. ഇനി മൂന്നാമത്തെ ചോദ്യം, മുഅ്മിൻ. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് വ്യക്തമാക്കി കൊടുക്കാനാണ്. അതിൻ്റെ ആൻസർ മൂന്നാമത്തെ പേജ് ഒന്നാമത്തെ പാഠത്തിലെ രണ്ടാമത്തെ വരിയിൽ അത് പറയുന്നു. വിശ്വസിച്ചവനാണ് സത്യവിശ്വാസി അഥവാ മുഅ്മിൻ എന്ന് പറയുന്നത്. വിശ്വസിച്ചവന് എന്ന് എഴുതിയാൽ മതി, അപ്പോൾ തന്നെ അതിൻ്റെ ആൻസറാകും. ഇനി നാലാമത്തെ ചോദ്യം എന്താ? ഈമാൻ. ഈമാൻ അഥവാ സത്യവിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. അതിൻ്റെ ഉത്തരം നമ്മളിപ്പോൾ പറഞ്ഞതിൻ്റെ തൊട്ട് മുകളിൽ അത് പറയുന്നു, അഥവാ ഒന്നാമത്തെ പാഠത്തിൻ്റെ ആദ്യം തന്നെ പറയുന്നത് അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന മുഴുവൻ കാര്യങ്ങളിലും നബിയെ സത്യമാക്കലാണ് സത്യവിശ്വാസം അഥവാ ഈമാൻ. അപ്പോൾ ആൻസർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന മുഴുവൻ കാര്യങ്ങളിലും നബിയെ സത്യമാക്കൽ. ഉത്തരങ്ങളൊന്നും കൂടി പറയാം. ഒന്നാമത്തെ ചോദ്യം, സത്യവിശ്വാസികളുടെ റൂഹിനെ പിടിക്കുന്ന രൂപം. ഉത്തരം നല്ല രൂപത്തിൽ വന്നു സൗമ്യമായിട്ട്. രണ്ടാമത്തെ ചോദ്യം, അവിശ്വാസികളുടെ റൂഹിനെ പിടിക്കുന്ന രൂപം. അതിൻ്റെ ഉത്തരം ഭീകര രൂപത്തിൽ വന്ന് വളരെ കഠിനമായിട്ട്. മൂന്നാമത്തെ ചോദ്യം, മുഅ്മിൻ. അതിൻ്റെ ഉത്തരം വിശ്വസിച്ചവന്. 2, ഈമാൻ അഥവാ സത്യവിശ്വാസം. അതിൻ്റെ ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന മുഴുവൻ കാര്യങ്ങളിലും നബിയെ സത്യമാക്കലാണ്. മൂന്നാമത്തെ ആക്ടിവിറ്റി, ഉത്തരം എഴുതാം. 4 ചോദ്യങ്ങളുണ്ട്. അതിലൊന്നാമത്തെ ചോദ്യം, 2ാം തവണ സൂറിലൂതുമ്പോൾ എന്ത് സംഭവിക്കും? 2ാം തവണ സൂറിലൂതുമ്പോൾ എന്താണ് സംഭവിക്കുക? അതിൻ്റെ ഉത്തരം നമ്മൾക്ക് 7ാം പേജ് തുറന്നു നോക്കാം. പാഠം 3 മലക്കുകളിൽ വിശ്വസിക്കൽ. ആ ഭാഗത്തിലെ അവസാനത്തെ പാരഗ്രാഫിലതാ, 1ാമത്തെ ഊത്തിൽ ഈ ലോകം നശിക്കും. അപ്പോൾ 1ാമത്തെ ഊത്തിൽ എന്താ ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ ഇത് ആൻസറായിട്ട് എഴുതാം. നമ്മുടെ ഉത്തരം എവിടെയാണ് വരുന്നത്? അടുത്തത് 2ാമത്തെ ഊത്തിൽ ലോകാരംഭം മുതൽ മരിച്ചവരെല്ലാം ജീവൻ ലഭിച്ച് എഴുന്നേൽക്കും. അപ്പം നമ്മുടെ ആൻസർ 2ാം തവണ സൂറിലൂതുമ്പോൾ എന്ത് സംഭവിക്കും? ഉത്തരം ലോകാരംഭം മുതൽ മരിച്ചവരെല്ലാം ജീവൻ ലഭിച്ചു എഴുന്നേൽക്കും. അങ്ങനെയാണ് എഴുതേണ്ടത്. ഇനി 2ാമത്തെ ചോദ്യം എന്താ? മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടത് എന്തിനാൽ? എന്തിനാലാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടത്? അതിൻ്റെ ഉത്തരം അതേ പാഠത്തിൽ ആദ്യ ഭാഗത്തിന് പറയുന്നു. അള്ളാഹുവിൻ്റെ പ്രത്യേക സൃഷ്ടികളാണ് മലക്കുകൾ. പ്രകാശത്താലാണ് അവർ സൃഷ്ടിക്കപ്പെട്ടത്. അപ്പോൾ നമ്മുടെ ചോദ്യം, മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടത് എന്തിനാൽ? ഉത്തരം പ്രകാശത്താൽ. 3ാമത്തെ ചോദ്യം, മനുഷ്യർ മരിക്കുന്നത് എപ്പോഴാണ്? മനുഷ്യർ മരിക്കുന്നത് എപ്പോഴാണ്? നമ്മൾ മുമ്പൊരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിൻ്റെ കൂടെ അത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതേ പാഠത്തിലെ അടുത്ത പേജിൽ അഥവാ 8ാമത്തെ പേജിൽ ആദ്യം തന്നെ പറയുന്നത് അതാണ്. റൂഹ് പിടിക്കുമ്പോഴാണ് മനുഷ്യർ മരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ റൂഹ് പിടിക്കുമ്പോൾ എന്ന് എഴുതിയാൽ മതി. 4ാമത്തെ ചോദ്യം, ഈമാൻ കൂടിയേ തീരൂ എന്തിന്? ഈമാൻ കൂടിയേ തീരൂ എന്തിന്? അതിന് ഉത്തരം ലഭിക്കാൻ വേണ്ടി ആദ്യ ഭാഗത്ത് തന്നെ പറയുന്നുണ്ട് എന്താണ് ഈമാൻ എന്നും ആരാണ് സത്യവിശ്വാസി എന്നും പറഞ്ഞിട്ട് 3ാമത്തെ വരിയിൽ പറയും, നോക്കൂ, നമ്മുടെ അമലുകൾ സ്വീകാര്യമാവാൻ ഈമാൻ കൂടിയേ തീരൂ. അപ്പോൾ എന്താണ് ചോദ്യം? ഈമാൻ കൂടിയേ തീരൂ എന്തിന്? ഉത്തരം എങ്ങനെ എഴുതാം? നമ്മുടെ അമലുകൾ സ്വീകാര്യമാവാൻ. ഉത്തരങ്ങളൊന്നുകൂടി പറയാം. 1ാമത്തെ ചോദ്യം, 2ാം തവണ സൂറിലൂതുമ്പോൾ എന്ത് സംഭവിക്കും? അതിൻ്റെ ഉത്തരം ലോകാരംഭം മുതൽ മരിച്ചവരെല്ലാം ജീവൻ ലഭിച്ചു എഴുന്നേൽക്കും. 2ാമത്തെ ചോദ്യം, മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടത് എന്തിനാൽ? അതിൻ്റെ ഉത്തരം പ്രകാശത്താൽ. 3, മനുഷ്യർ മരിക്കുന്നത് എപ്പോഴാണ്? അതിൻ്റെ ഉത്തരം റൂഹ് പിടിക്കുമ്പോൾ. 4ാമത്തെ ചോദ്യം, ഈമാൻ കൂടിയേ തീരൂ എന്തിന്? അതിൻ്റെ ഉത്തരം നമ്മുടെ അമലുകൾ സ്വീകാര്യമാവാൻ. ഇനി 4ാമത്തെ ആക്ടിവിറ്റി, യോജിച്ചവ കൊണ്ട് കള്ളികൾ പൂർത്തിയാക്കാം. അള്ളാഹുവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ഇവിടെ അള്ളാഹു എന്നും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുമായി ബന്ധപ്പെട്ട് സർവശക്തനാണ് എന്ന് ആദ്യത്തെ കള്ളിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 കള്ളി വിട്ടിട്ടുണ്ട്. അവിടെ ഉള്ളതാണ് നമ്മൾ എഴുതാനുള്ളത്. അവസാനം എന്നെന്നും ജീവിക്കുന്നവനാണ് എന്നുണ്ട്. ഇതിൻ്റെ ആൻസർ ലഭിക്കാൻ വേണ്ടി നമ്മൾ
പാഠം 2 അള്ളാഹുവിലുള്ള വിശ്വാസം, ആ പാഠത്തിൻ്റെ തദ്രീബാത്ത് നോക്കിയാൽ അവിടെ ഇതേ പ്രകാരം തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരം നോക്കിയാൽ നമുക്ക് ലഭിക്കും അള്ളാഹു സർവശക്തനാണ്. അത് കഴിഞ്ഞിട്ട് അള്ളാഹു എല്ലാം അറിയുന്നവനാണ്, അതാണ് നമ്മളിവിടെ ആദ്യം ചേർക്കാനുള്ളത്. പിന്നെ അടുത്തത് എന്താ, അള്ളാഹു എല്ലാം കാണുന്നവനാണ്, അതാണ് രണ്ടാമത് ചേർക്കേണ്ടത്. പിന്നെ മൂന്നാമത് അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്. ഈ 3 കാര്യങ്ങളാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കാനുള്ളത്. എന്നെന്നും അള്ളാഹു എന്നെന്നും ജീവിക്കുന്നവനാണ് എന്ന് ഇവിടെ ഉണ്ട്. ഉത്തരം ഒന്നും കൂടി പറയാം. അള്ളാഹു സർവശക്തനാണ് എന്നും എന്നെന്നും ജീവിക്കുന്നവനാണ് എന്നിവിടെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ ചേർത്ത് കൊടുക്കാനുള്ളത് ആദ്യം എല്ലാം അറിയുന്നവനാണ്, അതിൻ്റെ തൊട്ടു താഴെ എല്ലാം കാണുന്നവനാണ്, അതിൻ്റെ തൊട്ടു താഴെ എല്ലാം കേൾക്കുന്നവനാണ്. 5ാമത്തെ ആക്ടിവിറ്റി വിട്ടത് ചേർക്കാം. ഇതിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് ഈമാൻ കാര്യങ്ങളാണ്. ഇവിടെ 1ാമത്തേതുണ്ട് അള്ളാഹുവിൽ വിശ്വസിക്കൽ, 2ാമത്തേത് നമ്മൾ ചേർത്ത് കൊടുക്കാനുള്ളതാണ്. 3 ഇവിടെ ഉണ്ട് അള്ളാഹുവിൻ്റെ കിതാബുകളിൽ വിശ്വസിക്കൽ, 4ഉം ഇവിടെ കൊടുത്തിട്ടുണ്ട് അള്ളാഹുവിൻ്റെ മുർസലുകളിൽ വിശ്വസിക്കൽ. 5ാമത്തേത് നമ്മൾ ചേർത്ത് എഴുതി കൊടുക്കാനുണ്ട്. 6 ഇവിടെ ഉണ്ട് നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കൽ. നമുക്കറിയാം നമ്മൾ 1ാമത്തെ പാഠത്തിൽ തന്നെ ഈമാൻ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. നോക്കൂ 3ാമത്തെ പേജിലതാ ഈമാൻ കാര്യങ്ങൾ 6 ആകുന്നു എന്ന് കൊടുത്തിട്ട് 1 അള്ളാഹുവിൽ വിശ്വസിക്കൽ, 2 അള്ളാഹുവിൻ്റെ മലക്കുകളിൽ വിശ്വസിക്കൽ, 3 അള്ളാഹുവിൻ്റെ കിതാബുകളിൽ വിശ്വസിക്കൽ, 4 അള്ളാഹുവിൻ്റെ മുർസലുകളിൽ വിശ്വസിക്കൽ, 5 അവസാന നാളിൽ വിശ്വസിക്കൽ, 6 നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കൽ. അപ്പോൾ ഇവിടെ 2ാമതായിട്ട് നമ്മൾ ചേർത്തെടുക്കേണ്ടത് എന്താണ്, അള്ളാഹുവിൻ്റെ മലക്കുകളിൽ വിശ്വസിക്കൽ. പിന്നെ 5ാമതായിട്ട് ചേർത്തെടുക്കേണ്ടത് എന്താ, അവസാന നാളിൽ വിശ്വസിക്കൽ. ഇത് 2 ചേർക്കാനുള്ളത്. ഉത്തരങ്ങളൊന്നും കൂടി വായിക്കാം. വിട്ടത് ചേർക്കാം. 1 അള്ളാഹുവിൽ വിശ്വസിക്കൽ, 2ാമത് നമ്മൾ ചേർത്ത് കൊടുക്കാനുള്ളത് അള്ളാഹുവിൻ്റെ മലക്കുകളിൽ വിശ്വസിക്കൽ, 3 ഇവിടെ ഉണ്ട് അള്ളാഹുവിൻ്റെ കിതാബുകളിൽ വിശ്വസിക്കൽ, 4 ഇവിടെ ഉണ്ട് അള്ളാഹുവിൻ്റെ മുർസലുകളിൽ വിശ്വസിക്കൽ, 5ാമതായി നമ്മൾ ചേർത്ത് കൊടുക്കാനുള്ളത് അവസാന നാളിൽ വിശ്വസിക്കൽ, 6 ഇവിടെ ഉണ്ട് നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കൽ. മദ്രസ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വളരെ ഉപകാരപ്രദമായ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോകളൊക്കെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള വീഡിയോകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.